ഇന്ന് തേജപ്പനെ തട്ടി മാറ്റി ചെടി നനയ്ക്കലും മുറ്റം നനയ്ക്കലൊക്കെ വിൻഷേട്ടൻ നടന്നു കേട്ടോ. വെള്ളം വെറുതെ പാഴാക്കാന്ന് വിചാരിക്കേണ്ട, നല്ല പൊടി പാറുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വൈകിട്ട് എപ്പോഴും ഇതേ മുറ്റൊക്കെ ഒന്ന് ഇങ്ങനെ നനച്ചിടുട്ടാ. എന്തായാലും വിൻഷേട്ടൻ നേരത്തെ വന്നല്ലേ, കുറെ സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ ഡപ്പകൾ കാലിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം തന്നെ ബില്ലെടുത്തിട്ട് നമ്മൾ നേരെ സാധനങ്ങൾ വാങ്ങാൻ പോവാന്നുള്ള പ്ലാനിലാട്ടോ. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. മൊത്തത്തിലൊന്നും എല്ലാം വാങ്ങാറായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ കുറച്ച് ശേഷം ഇപ്പൊ വാങ്ങാന്നുള്ള പ്ലാനിലാട്ടോ പോണത്. അപ്പൊ നമ്മൾ കറുവത്തൂർക്കാട്ടോ പോയത്. അവിടെ പച്ചക്കറി കടിയും പലചരക്ക് കടിയും ഒന്നിച്ചുണ്ടല്ലോ. അപ്പൊ നമ്മളിത് അവിടെ പോയിട്ട് ആദ്യം തന്നെ ഞാൻ ലിസ്റ്റ് ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് ലിസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഓടിച്ചെന്നെടുത്തത് നമ്മുടെ ശർക്കര കേട്ടോ. ഇനി അത് മറക്കരുതൂല ഒരിക്കലും. അപ്പൊ അത് ആദ്യം എടുത്തിട്ടു. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ. പിന്നെ തേജപ്പന് സോയാബീൻ വേണം എന്ന് പറഞ്ഞു, അതും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാപ്പിപ്പൊടി നോക്കാനുള്ള ഡ്യൂട്ടി ഞാൻ വിൻഷേട്ടനാട്ടോ കൊടുത്തത്. കാരണം ശർക്കര കാപ്പിയുടെ മെയിൻ ആള് വിൻഷേട്ടനാണ്. അപ്പൊ അത് വിൻഷേട്ടൻ എടുക്കുന്നുണ്ട്. പിന്നെ തേജ് എന്തോ ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ട കുറച്ച് സാധനങ്ങളും നടന്നെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൽപ്പൊടിയൊക്കെ നമ്മൾ 2-3 എണ്ണമൊക്കെ വാങ്ങി സ്റ്റോക്ക് വെക്കും. ഞങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ ഈ ഒരു സാധനം. പിന്നെ തേജുവിൻ്റെ ബാക്കി ആയിരുന്നുണ്ടോ ഫുൾ പർച്ചേസിങ്. അവന് ഇതേ ബ്രഷ് വേണമെന്ന് പറഞ്ഞാൽ അതെടുക്കുന്നുണ്ട്. പിന്നെ അവൻ എന്തൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു നോട്ട്ബുക്ക് പോലത്തെ ഇല്ലേ, അതൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലിടാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. ഇനി അവിടെ നിന്നാൽ തേജു ചിലപ്പോൾ കട മൊത്തം വാങ്ങും. അതുകൊണ്ട് തന്നെ തേജുവിനെ വേഗം വിൻഷേട്ടൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് ഫ്രണ്ട് കൊണ്ട് നിർത്തിയിട്ടാ. പിന്നെ അതേ ബില്ല് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അതേ ബില്ലിന്റെ നീളം ഞാൻ നന്നായി ഒന്ന് അളന്ന് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കൊടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് പച്ചക്കറി കടയ്ക്കാണ് കേട്ടോ. അവിടെ എത്തിയതേ പച്ചക്കറിയൊക്കെ നോക്കിയിട്ടോ. സാധാരണ ഞാൻ ഷോപ്പിൽ നിന്ന് പച്ചക്കറി ഞാൻ വന്ന് വാങ്ങൽ കുറവാണ്. നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വണ്ടിയിൽ പോകുമല്ലോ, അവിടെ നിന്നാണ് ഞാൻ പച്ചക്കറി വാങ്ങാറ്. ഇന്നലെ എങ്ങാണ്ട് ആള് വന്നില്ല. അപ്പൊ പിന്നെ എന്തായാലും അടുത്ത ആഴ്ച വരണത് വരെ കാത്തു നിൽക്കാനൊന്നും നിന്നില്ല. നമ്മളിതേ കടയിൽ തന്നെ വന്ന് വാങ്ങി. പിന്നെ തേജപ്പന് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിട്ടോ. ഇപ്പൊ നമ്മൾ തണ്ണിമത്തം കുറച്ച് സ്റ്റോക്ക് വീട്ടിൽ വെക്കാറുണ്ട്. അങ്ങനെ ഇതെല്ലാം പറക്കിയെടുത്തപ്പോൾ സംഭവങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ള പോലെ കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടിയുമ്പോൾ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ അതൊക്കെ പിടിച്ചിട്ട് ഞാൻ കയറിയിരുന്ന് അവരുടെ കയ്യിലൊക്കെ തരികട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിക്ക് ഇതേ മീനും കൂടിയും കണ്ടു കേട്ടോ. അപ്പോൾ മീനും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമുണ്ട് മീൻ വറുത്തത് കൂട്ടി ചോറുണ്ടിട്ടാ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടിലേക്കാട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.